പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിന്റെ ദാസനും അതുപോലെ ആയിരിക്കുന്ന എല്ലാ ഓൺലൈൻ മീറ്റിംഗിൽ സംബന്ധിക്കുന്ന ദൈവമക്കൾക്ക് ഏവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കട്ടെ. നിങ്ങളോടൊപ്പം ആയിരിക്കാൻ തക്കോണം കർത്താവ് ചില ദിവസങ്ങളായി സഹായിച്ചതിനായി സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. കർത്താവിന്റെ ദാസൻ പറഞ്ഞതുപോലെ ഒരു ഇൻട്രഡക്ഷനും പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുപോലെ തന്നെ നമുക്ക് അതുകൊണ്ട് ദൈവവചനത്തിലേക്ക് തന്നെ കടക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിന്റെ 24-ഉം 25-ഉം വാക്യങ്ങള് നമുക്കൊന്ന് വായിക്കാം. എബ്രായ ലേഖനം 10-24-25. ചിലർ ചെയ്യുന്ന പോലെ നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ തമ്മിൽ പ്രബോധിപ്പിച്ചുകൊണ്ട് സ്നേഹത്തിനും സൽപ്രവർത്തികൾക്കും ഉത്സാഹം വർദ്ധിപ്പിക്കുവാൻ അന്യോന്യം സൂക്ഷിച്ചുകൊള്ളുക. നാൾ സമീപിക്കുന്നു എന്ന് കാണും തോറും അത് അധികമായി ചെയ്യേണ്ടതാകുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞങ്ങളെ എന്നോട് സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവാം ദൈവമേ, നിന്റെ കുഞ്ഞുങ്ങളോടൊപ്പം കർത്താവെ ഹല്ലേലൂയ ഈ ഓൺലൈൻ മീറ്റിംഗിൽ സംബന്ധിപ്പാനും പ്രാർത്ഥിപ്പാനും കർത്താവ് നൽകി തന്ന വലിയ സ്നേഹത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ദേശത്ത് കടന്നു വന്ന് ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈ ദൈവമക്കളെ കണ്ടുകൊണ്ട് സന്തോഷിപ്പാൻ സ്വർഗത്തിൽ ദൈവം ഇടയാക്കിയല്ലോ കർത്താവെ. യുദ്ധവും യുദ്ധശ്രുതിയിലും കേൾക്കുന്ന ഈ സമയങ്ങളിൽ സ്വർഗത്തിലെ ദൈവമേ, അങ്ങയുടെ തൃക്കരങ്ങളിൽ ഞങ്ങളെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. അനുഗ്രഹിച്ചാട്ട് കർത്താവ്. അതുപോലെ തന്നെ കർത്താവെ, ഈ വചനത്തിൽ കൂടി സ്വർഗത്തിലെ ദൈവമേ അങ്ങ് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. മാനുഷിക ശബ്ദമല്ല, ഒരു ദൈവിക ശബ്ദം ഞങ്ങൾ കേട്ടുകൊണ്ട് സന്തോഷിപ്പാൻ സ്വർഗത്തിലെ ഇടയാക്കണമേ എന്നും ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അപ്പച്ചൻ അങ്ങനെ ചെയ്തിരിക്കുന്നതിനാൽ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമീൻ. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ഇത് പൗലോസ് എഴുതിയ ലേഖനമെന്ന് നമുക്ക് എപ്പോഴും ചിന്തിപ്പാൻ കഴിയും. അങ്ങനെ ഇതിന്റെ ഹെഡിങ്ങിൽ ഒന്നും എഴുതിയിട്ടില്ല എങ്കിൽ തന്നെയും ദൈവത്തിന് സ്തോത്രം. അങ്ങനെ തന്നെയാണ് എബ്രായ വിശ്വാസികൾക്ക് വേണ്ടി എഴുതിയിട്ടുള്ള ഒരു ലേഖനം ആണ് എങ്കിലും നമ്മൾക്ക് അതിൽ കൂടി ചിന്തിച്ചുകൊണ്ട് ദൈവകൃപയിൽ പൂർണ്ണമായി സമർപ്പിച്ച് ഈ വചനത്തെ ഗ്രഹിച്ചുകൊണ്ട് മുന്നേറുവാൻ കർത്താവ് നമ്മെ സഹായിച്ച് കൊണ്ടേയിരിക്കുന്നു. ഇനിയും അതുപോലെ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ദൈവവചനത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ ചിലർ ചെയ്യുന്നത് പോലെ നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ തമ്മിൽ പ്രബോധിപ്പിച്ചുകൊണ്ട് സ്നേഹത്തിനും സൽപ്രവർത്തിക്കും ഉത്സാഹം വർദ്ധിപ്പാൻ അന്യോന്യം സൂക്ഷിച്ചുകൊള്ളുക. അപ്പോൾ നമ്മെ ഉപദേശിക്കുക. അതിന് കാരണമുണ്ട്. നമുക്കതിന്റെ കാരണം നമ്മളിപ്പോൾ കേട്ടുകൊണ്ടും അനുഭവിച്ചുകൊണ്ടും ഇരിക്കുക. ദൈവത്തിന് സ്തോത്രം. അത് കേട്ടുകൊണ്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമായത്. കാരണം യുദ്ധവും യുദ്ധശ്രുതികളും ഒക്കെ കേൾക്കുന്നു. അതിന്റെ പുറകിൽ എഴുതിയിരിക്കുകയാണ്, നാൾ സമീപിക്കുന്നു എന്ന് കാണും തോറും. അപ്പൊ എഴുതിയിരിക്കുക നാൾ ഇത് തന്നെയാ എന്റെയും, ഈ നാൾ സമീപിക്കുന്നു എന്ന് കാണും തോറും. ഇസ്രായേലുമായിട്ടുള്ള ഒരു യുദ്ധത്തില് നമ്മൾ കേൾക്കുന്നു, ദൈവത്തിന് സ്തോത്രം, കർത്താവിന്റെ വരവ് അടുത്തിരിക്കുന്നു എന്ന്. അതുപോലെ തന്നെ ഇവിടെയും കേൾക്കുകയാണ്, നാൾ സമീപിക്കുന്നു എന്ന് കാണും തോറും. അപ്പൊ ഇന്ത്യയും പാകിസ്ഥാനുള്ള യുദ്ധത്തില് അപ്പോൾ നമ്മൾ പറയുകയുണ്ടായി, ലോകരാഷ്ട്രങ്ങൾ ഒരുമിച്ച് ഇതിനോട് ചേരാതെ കണ്ട് ഇത് പെട്ടെന്ന് സമാപനമാകണം എന്ന് ചിന്തിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയമാകുന്നുവല്ലോ. അപ്പോൾ ഈ നാൾ സമീപിക്കുന്നു എന്ന് കാണുക എന്ന് പറയാൻ എന്താ ഈ നാൾ സമീപിക്കുന്നു എന്ന് കാണും തോറും അധികമായി ചെയ്യേണ്ടതാകുന്നു. എന്ത് കാണും തോറും അത് അധികമായി സന്തോഷിക്കണം. എന്ത് അധികമായി സന്തോഷിക്കണം? ചിലർ ചെയ്യുന്നത് പോലെ നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷയായി വിചാരിക്കാതെ തമ്മിൽ പ്രബോധിപ്പിച്ചുകൊണ്ട് സ്നേഹത്തിനും സൽപ്രവർത്തിക്കും ഉത്സാഹം വർദ്ധിപ്പാൻ അന്യോന്യം സൂക്ഷിക്കുക. അപ്പൊ അങ്ങനെ അന്യോന്യം സൂക്ഷിപ്പിച്ചുകൊണ്ട് ക്രിസ്തീയ സ്നേഹത്തിൽ വർദ്ധിപ്പാനാ കർത്താവ് നമ്മെ കുറിച്ച്, അല്ലെങ്കിൽ എബ്രായ വിശ്വാസികളെ കുറിച്ച് പൗലോസ് എഴുതി അവരെ പറഞ്ഞ് മനസ്സിലാക്കിക്കുന്നത്. അവർ മനസ്സിലാക്കേണ്ടത് അങ്ങനെ തന്നെയാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിന് സ്തോത്രം. നാൾ സമീപിക്കുന്നു, കർത്താവിന്റെ വരവ്, അല്ലെങ്കിൽ നാൾ എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ പുനരാഗമനം എന്നാണ് നമ്മൾ കാണുന്നത്. കർത്താവ് വരാറായി, ആ നാളാണ് ഇവിടെ കുറിച്ച് പറയുന്നത് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ ഈ നാൾ സമീപിക്കുന്നത് കൊണ്ട് ദൈവത്തിന് സ്തോത്രം, കർത്താവിൽ ബലപ്പെട്ട് നമ്മൾ മുന്നേറണമെന്ന മത്തായിയുടെ സുവിശേഷം കഴിഞ്ഞ സമയത്തിൽ നമുക്ക് ഒന്ന് വായിക്കാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം. അതിന്റെ നാം വായിക്കുന്നതും 24-ന്റെ
1 മുതൽ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ മത്തായിയുടെ സുവിശേഷം 24-ന്റെ യേശു ദേവാലയം വിട്ടു പോകുമ്പോൾ ആ. ശിഷ്യന്മാർ അവന് ദേവാലയത്തിന്റെ പണി കാണിക്കേണ്ടതിന് അവന്റെ അടുക്കൽ വന്നു. അവൻ അവരോട്, ഇതെല്ലാം കാണുന്നില്ലയോ? ഇടിഞ്ഞു പോകാതെ കല്ലിന്മേൽ കല്ല് ഇവിടെ ശേഷിക്കുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. അപ്പോഴേ ഇങ്ങനെ യേശു ദേവാലയം വിട്ടു പോകുമ്പോൾ, അതിന്റെ മുമ്പുള്ള ചരിത്രമൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല, മുകളിൽ പോകുമ്പോൾ ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, പണി കാണിക്കേണ്ടതിന് അവന്റെ അടുക്കൽ വന്ന് അവൻ അവരോട്, ഇതെല്ലാം കാണുന്നില്ലയോ? ഇടിഞ്ഞു പോകാതെ കല്ലിന്മേൽ കല്ല് ഇടപെടാതെ ശേഷിക്കുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. കർത്താവിന് സ്തോത്രം. അവരിങ്ങനെ പണി കാണിക്കുക കർത്താവിനെ. കർത്താവ് അറിയാതെ ഒരു പണിയും അവിടെ നടക്കുന്നില്ലല്ലോ, ഈ ലോകത്ത് നടക്കുന്നല്ലോ. നമ്മൾ ഇതുപോലെ തന്നെയാ. ദൈവത്തിന് സ്തോത്രം. നമ്മള് പണവും ധനവും ഒക്കെ സമ്പാദിച്ച് 2 നില 3 നില 4 നില കെട്ടിടങ്ങളൊക്കെ ഉണ്ടാക്കി ദൈവത്തിന് സ്തോത്രം അതിൽ അങ്ങ് സുഖവും സന്തോഷവുമായിട്ട് ജീവിക്കാമെന്ന ദൈവത്തിന് സ്തോത്രം നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്നാൽ ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, എന്നാൽ അതിനു മുൻപേ നമ്മൾ വായിച്ചതുപോലെ സഭായോഗങ്ങളിൽ സംബന്ധിച്ച്, മീറ്റിങ്ങുകളിൽ സംബന്ധിച്ച് പ്രബോധിപ്പിച്ച് സ്നേഹത്തിലും പ്രവൃത്തിയിലും ഉത്സാഹം വർദ്ധിപ്പിച്ചുകൊണ്ട് ഈ ലോകത്തിന്റെ അനുരൂപരാകാതെ കർത്താവിന് പ്രയോജനമുള്ളതായി തീരുവാനാ പറയുന്നത്. അപ്പോൾ കർത്താവ് ഇതിന് ഉത്തരമായിട്ട് പറയുന്നത്, അവൻ ഒലിവുമലയിൽ ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ തന്റെ അടുത്തേക്ക് ഇങ്ങോട്ട് വന്നിട്ട് അത് എപ്പോൾ സംഭവിക്കുമെന്ന് പ്രൈസ് ഹല്ലേലൂയ അവരോട് സംഭവിക്കുമെന്ന് അവരോട് ചോദിക്കുമ്പോൾ ഈ 24-ാം അധ്യായം മൊത്തവും അതിനെക്കുറിച്ചാ പറയുന്നത്. ദൈവത്തിന് ഇത് എപ്പോൾ സംഭവിക്കുമെന്ന്. അപ്പൊ പറയുന്നത്, ക്രിസ്തു എന്ന് പറഞ്ഞ് അനേകർ പ്രൈസ് ഹല്ലേലൂയ എന്റെ പേര് എടുത്ത് വന്ന് പലരെയും തെറ്റിക്കും. അപ്പൊ ക്രിസ്തു എന്ന് പറയുന്ന അനേക ജീവിതങ്ങൾ, പലരും പറയുന്നത് അവിടെ വലിയ ചിലരൊക്കെ പറയാറുണ്ട് അവിടെ നല്ല പ്രസംഗമാ, അല്ലെ ഇവിടെ നല്ല പ്രസംഗമാ, അല്ലെ മറ്റിടത്ത് വലിയൊരു ഉണർവാ, ഇങ്ങനെയൊക്കെ പറയുകയും സ്വന്തം ആരാധിക്കുന്ന സ്ഥലത്ത് ഉണർവ് സമ്പാദിപ്പിക്കാൻ അല്ലെങ്കിൽ ഉണർവ് ഉത്സാഹിപ്പാൻ അവർക്ക് തന്നെ കഴിയുന്നില്ല. അവർ മറ്റുള്ളവരുടെ ഉണർവിന് വേണ്ടി സന്തോഷിച്ച് അങ്ങോട്ട് ഓടുമ്പോൾ, അല്ലെങ്കിൽ വേറൊരു സ്ഥലത്തേക്ക് ഓടുമ്പോൾ, എനിക്ക് എന്റെ സഭയിൽ ഒരു ഉണർവുണ്ടാകണം, ഒരു സന്തോഷം ഉണ്ടാകണം, അതിന് ഞാൻ എമ്മാത്രം പ്രവർത്തിക്കണമെന്ന് ചിന്തിപ്പാൻ കഴിയാത്ത പല വ്യക്തി ജീവിതങ്ങളെ നമ്മൾക്ക് കാണുവാൻ, അവിടുത്തെ ഉണർവ് സന്തോഷം, ഇവിടുത്തെ ഉണർവ് സന്തോഷം, ഇവിടുത്തെ ഉണർവ് സന്തോഷം, അല്ലെങ്കിൽ അങ്ങേപ്പുറത്ത് പോയാൽ അവിടെ സന്തോഷം എന്ന് പറയുന്ന ദൈവമക്കളെ കുറിച്ച് കാണുവാൻ നമുക്ക് കഴിയാറുണ്ട്, കേൾക്കാറുണ്ട്. എന്നാൽ അവരാരും ചിന്തിക്കുന്നില്ല, എന്തുകൊണ്ട് ഞാനായിരിക്കുന്ന സഭയിൽ എന്നെ കൂട്ടി കർത്താവെ ഒരു ഉണർവിന്റെ അനുഭവം എന്റെ സഭയില് അല്ലെങ്കിൽ ഞാനായിരിക്കുന്ന സഭയിൽ ഉണ്ടാക്കുവാൻ കഴിയുന്നില്ല എന്ന് ചിന്തിക്കാനും വിചാരപ്പെടാനും അതിനുവേണ്ടി ഉത്സാഹിപ്പാനും ഉപവസിപ്പാനും പ്രാർത്ഥിപ്പാനും കഴിയാത്ത ഒരു സമൂഹത്തെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയെങ്കിൽ അങ്ങനെ ഒരു അനുഭവം അല്ല എന്റെ സഭയിൽ നല്ല ഉണർവുണ്ടാകണം. നിങ്ങളുടെ സഭ ഇവിടുത്തെ ഈ സഭയിൽ ഉണർവില്ല എന്ന് പറയുവാനല്ല ദൈവത്തിന് സ്തോത്രം ഞാൻ പറയുന്നത്. ഇതിലും അധികമായ ഉണർവും സന്തോഷവും നമുക്ക് ഉണ്ടാക്കുവാൻ കഴിയണമല്ലോ. അതാണ് എൻ്റെ ആഗ്രഹം, നമ്മുടെ ഒക്കെ ആഗ്രഹം. അങ്ങനെ ഒരു സന്തോഷം ഉത്സാഹിപ്പാൻ നമുക്ക് കഴിയണം. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെ ആകുമ്പോൾ ദൈവത്തിന് സ്തോത്രം അതിന്റെ പ്രൈസ് അലോഡ്, ഹല്ലേലൂയ. 24-ന്റെ 43 ഒന്ന് വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണുവാൻ കഴിയും. വരുന്ന യാമം ഇന്നതെന്ന് കള്ളൻ വരുന്ന യാമം ഇന്നതെന്ന് വീട്ടുടയവൻ അറിഞ്ഞുവെങ്കിൽ വീട്ടുടയവൻ അറിഞ്ഞുവെങ്കിൽ, അപ്പൊ കള്ളൻ വരുന്ന യാമം ആ വീട്ടുടയവൻ അറിഞ്ഞാൽ താൻ വളരെ ഉത്സാഹമുള്ളവനായിരിക്കാം. ദൈവത്തിന്റെ സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ പിന്നീട് പറഞ്ഞിരിക്കുന്നത്, അവൻ ഉണർന്നിരിക്കുകയും തന്റെ വീട് തുറക്കുവാൻ സമ്മതിക്കാതിരിക്കുകയും ചെയ്യുമെന്ന് അറിയുന്നുവല്ലോ. അപ്പോ അവൻ ഉണർന്നിരിക്കും, കള്ളൻ നിന്ന് വരും, അതുകൊണ്ട് അവൻ ഉണർന്ന് ഇരിക്കും. അപ്പൊ ഉണർന്നിരുന്നു കഴിഞ്ഞാൽ പിന്നീട് അവന്റെ ശ്രദ്ധയാണ്, അവൻ 4 വശവും ശ്രദ്ധിക്കുകയാണ്. എന്റെ ഭവനത്തില് അല്ലെങ്കിൽ ഞാൻ ഇരിക്കുന്ന ഈ ഭവനത്തില് ഒരു അതായത് ഇപ്പോൾ ഉള്ള അനുഭവത്തിന് അല്ലാത്ത ഒരു ശബ്ദം കേട്ടാൽ അവൻ ശ്രദ്ധയോടെ ആ ശബ്ദത്തെ ശ്രദ്ധിക്കും. കാരണം അതെന്താണ് ആ ശബ്ദം? ആ ശബ്ദം ഒന്ന് ശ്രദ്ധിച്ചുകൊണ്ട് അങ്ങോട്ട് അവിടെ തുരക്കാൻ അനുവദിക്കാതെ, അല്ലെങ്കിൽ അവിടെ ഒരു
ഒരു മറ്റൊരു വ്യക്തി അവിടേക്ക് പ്രവേശിക്കാൻ അനുവദിക്കാതെ കണ്ട് അതിനെ ശ്രദ്ധിച്ചിരിക്കുന്ന ഒരു അനുഭവത്തെ കാണുവാൻ കഴിയും. അങ്ങനെയെങ്കിൽ ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. നമ്മളായിരിക്കുന്ന സ്ഥലങ്ങളിൽ ദൈവത്തിന് സ്തോത്രം, നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ കർത്താവെ ഒരു കള്ളനും പ്രവേശിക്കാതെ കണ്ട് കർത്താവിന്റെ ആത്മീയ സന്തോഷത്തിൽ വർദ്ധിപ്പിക്കുന്ന, കർത്താവിന്റെ ആത്മാവിൽ ആരാധിക്കുന്ന, ബഹു കൃപയും കൃപാവരങ്ങളും പ്രാപിച്ച ഉയരുന്ന ഒരു സഭയാകുവാന് നാം ആഗ്രഹിക്കുന്നത്. അപ്പൊ കള്ളൻ വന്നാണ് ഈ അനർത്ഥങ്ങൾ നമ്മുടെ ഇടയിലൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള അനുഭവത്തെ ശ്രദ്ധിച്ച് കർത്താവിന്റെ കൃപയിലായിരിക്കാന് നാം ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ദൈവത്തിന് സ്തോത്രം. ദൈവസന്നിധിയിലായിരിക്കുന്ന ദൈവത്തിന്റെ ജനമേ, അവൻ എന്താ പറയുന്നത്? അങ്ങനെ നിങ്ങൾ നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങൾ ഒരുങ്ങിയിരിപ്പിൻ. അപ്പോൾ എന്താ പറയുന്നത്? നനയ്ക്കാത്ത നാഴികയില്, നാം അറിയാത്ത നാഴികയില്. അതായത് ദൈവത്തിന് സ്തോത്രം, നമ്മൾ മുമ്പേ വായിച്ചുവല്ലോ, ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, നാൾ സമീപിക്കുന്നു എന്ന്. അപ്പോൾ ദൈവത്തിന്റെ വരവ് സമീപിക്കുന്നു, കർത്താവിന്റെ ആ നാൾ വരുന്നു എന്ന് മനസ്സിലാക്കി അതിശ്രദ്ധയോട് ജീവിപ്പാൻ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന്, അതായത് കൊരിന്ത്യ സഭയോട് സംസാരിക്കുന്നത് പോലെ ഇന്ന് ഇവിടെ ആയിരിക്കുന്ന നമ്മോടും, ഈ പ്രാർത്ഥനയിലായിരിക്കുന്ന, അതല്ലെങ്കിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഒരു അനർത്ഥം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതെ പ്രാർത്ഥനയിൽ സന്തോഷത്തിൽ ഉത്സാഹിച്ചുകൊണ്ട് മുന്നേറുന്ന ഒരു അനുഭവം ആയി നമ്മുടെ ജീവിതം മാറുവാൻ നാം ദൈവസന്നിധിയിൽ അയക്കേണ്ടത് ആവശ്യമാണ് എന്ന്. ഇനി നമുക്ക് ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, ഈ അധ്യായം മൊത്തവും കർത്താവിന്റെ വരവിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്, എങ്ങനെ കർത്താവിന്റെ വരവ് വരുന്നു എന്ന്. ഇനി 2 തെസ്സലോനിക്ക ലേഖനത്തിൽ അതിന്റെ 2:2 നമുക്ക് ഒന്ന് വായിക്കാം. തെസ്സലോനിക്ക ലേഖനം 2:2. തെസ്സലോനിക്കോ, അവർ ക്രിസ്തു കർത്താവിന്റെ നാൾ അടുത്തിരിക്കുന്നു എന്ന് വെച്ച് നിങ്ങൾ വല്ല ആത്മാവിനാലോ വചനത്താലോ ഞങ്ങൾ എഴുതി എന്ന ഭാവത്തിലുള്ള ലേഖനത്താലോ സുബോധം വിട്ട് വേഗത്തിൽ ഇളവുകയും ഞെട്ടിപ്പോവുകയും അരുത്. ഇവിടെ ദൈവത്തിന് സ്തോത്രം, തെസ്സലോനിക്കയിലുള്ള വിശ്വാസികളെ കുറിച്ച് ദൈവദാസൻ എഴുതി അവരെ മനസ്സിലാക്കുന്നത് കർത്താവിന്റെ നാൾ അടുത്തിരിക്കുന്നു എന്ന് വെച്ച്. അപ്പോൾ കർത്താവിന്റെ നാള് അടുത്തിരിക്കുകയാണ്. വാസ്തവമായും കർത്താവിന്റെ വരവ് അടുക്കുന്ന സമയമാണ്. അപ്പോൾ ആ നാളെന്ന് പ്രത്യേകം ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് കർത്താവിന്റെ നാള്, ആ കർത്താവ് വരുവാൻ പോകുന്നു എന്നുള്ള ആ സമയം അടുത്തിരിക്കുന്നു എന്ന് വെച്ച് നിങ്ങൾ, അപ്പോൾ അവിടുത്തെയുള്ള തെസ്സലോനിക്ക വിശ്വാസികളോട് പറയുകയാണ്, നിങ്ങൾ വല്ല ആത്മാവിനാലോ, അപ്പം ഈ പരിശുദ്ധാത്മാവ് അല്ലാത്ത പല ആത്മാവ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഈ ലോകത്തിൽ ഉണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ വല്ല ആത്മാവിനാലോ വചനത്താലോ ഞങ്ങൾ എഴുതിയിരിക്കുന്നു, അല്ലെങ്കിൽ പൗലോസ് എഴുതിയിരിക്കുന്നു, ഇങ്ങനെ എഴുതിയിട്ടുണ്ടല്ലോ, അതിൻ്റെതായിരിക്കാം എന്ന് ചിന്തിച്ചുകൊണ്ട്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആ പാപത്തിലുള്ള ലേഖനത്താലോ സുവേദം വിട്ട് വേഗത്തിൽ ഇളകുകയും ഞെട്ടിപ്പോവുകയും അരുത്. അപ്പൊ അങ്ങനെ ഒരു അനുഭവം ആരെങ്കിലും, അയ്യോ കർത്താവ് വരാറായി, കർത്താവ് വന്നു, അതൊക്കെയായി കാണിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അത് നമ്മളെ തെറ്റിച്ചു കളയുവാൻ ശ്രമിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് നമ്മുടെ ജീവിതം ആകരുത് എന്ന് ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ഉത്സവിക്കുന്നു. അതിന്റെ 1-ാം വാക്യത്തിലൂടെ ഇങ്ങനെ കാണും, ഇനി സഹോദരന്മാരെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയും അവന്റെ അടുക്കലുള്ള നമ്മളുടെ സമാധാനവും സംബന്ധിച്ച് ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നത്. അപ്പൊ ദൈവത്തിന് സ്തോത്രം അവർ പറയുന്നു. അപ്പോൾ അവിടെയുള്ള എല്ലാ സഹോദരന്മാരെയും, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഉദ്ദേശിച്ച് പറയുകയാണ്, നമ്മുടെ പ്രൈസ് ദി ലോർഡ് അടുക്കലുള്ള പ്രത്യക്ഷതയും അവന്റെ അടുക്കലുള്ള നമ്മുടെ സമാഗമനവും സംബന്ധിച്ച് പ്രൈസ് ദി ലോർഡ് ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നത്, കർത്താവിന്റെ നാളടുത്തിരിക്കുന്നു എന്ന് വെച്ച് നിങ്ങൾ വല്ല ആത്മാവിനാലോ, അല്ലെങ്കിൽ മറ്റുള്ളവർ എന്തെങ്കിലും പറയുന്നത് കേട്ടുകൊണ്ട് ദൈവത്തിന് സ്തോത്രം അങ്ങോട്ട് തിരിയാതെ, അങ്ങോട്ട് ശ്രദ്ധ പതിക്കാതെ ആ ക്രിസ്തുവിനെ ശ്രദ്ധയോട് നോക്കുവാന് ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് ഇന്ന് സംസാരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആരും ഏതുവിനെയും നിങ്ങളെ ചതിക്കരുത്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ നമ്മെ ചതിക്കുന്ന രീതിയിൽ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, നമ്മളെ തെറ്റിക്കുന്ന രീതിയിൽ
ഹല്ലേലൂയ കൊണ്ടു നടക്കുന്ന ദൈവത്തിന് സ്തോത്രം ചിലരെ നമുക്ക് കാണുവാൻ കഴിയും. നമ്മളെ വഞ്ചിക്കുന്ന, നശിപ്പിക്കുന്ന, നമ്മുടെ ആത്മീയ ജീവിതത്തെ കെടുത്തിക്കളയുന്ന അനേകർ ഉണ്ട് എന്ന് നമുക്ക് കാണുവാൻ. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ആ തെറ്റിപ്പോകുന്ന അല്ലെങ്കിൽ തെറ്റിച്ച് കിടക്കുന്ന ആ ഒരു വചനത്തിലേക്കല്ല, ക്രിസ്തുവിനെ തന്നെ ഉറ്റുനോക്കിക്കൊണ്ട് ജീവിപ്പാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ ഇടയാകട്ടെ എന്ന് ദൈവസന്നിധാനത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. അതുകൊണ്ട് തെറ്റിപ്പോകുന്നവരായിട്ടല്ല, നശിച്ചു പോകുന്നവരായിട്ടല്ല, കർത്താവിൽ തന്നെ ഹല്ലേലൂയ ശ്രദ്ധ വെച്ചുകൊണ്ട് ആ ക്രിസ്തുവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങി പാർക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് ദൈവസന്നിധാനത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ 1 തെസ്സലോനിക്ക ലേഖനം 5:4 ആ തെസ്സലോനിക്ക ലേഖനം 5:4 കൂടി നമുക്ക് ഒന്ന് വായിക്കാം. 5:4 എന്നാൽ സഹോദരന്മാരെ, ആ നാൾ കള്ളൻ എന്ന പോലെ നിങ്ങളെ പിടിക്കുവാൻ നിങ്ങൾ ഇരുട്ടിലുള്ളവരല്ല, നിങ്ങൾ എല്ലാവരും വെളിച്ചത്തിന്റെ മക്കളും പകലിന്റെ മക്കളും ആകുന്നു. നാം രാത്രിക്കും ഇരുളിനുമുള്ളവരല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ദൈവവചനത്തിൽ നാം ശ്രദ്ധയോട് കേൾക്കേണ്ടതാണ്. എന്നാൽ ഇവിടെ സഹോദരന്മാരെ, അപ്പൊ തെസ്സലോനിക്കയിലുള്ള ദൈവമക്കളോട് പറയുകയാണ്, ദൈവത്തിന് സ്തോത്രം, എന്നാൽ സഹോദരന്മാരെ, ആ നാൾ കള്ളൻ എന്ന പോലെ നിങ്ങളെ പിടിപ്പാൻ നിങ്ങൾ ഇരുട്ടിൽ ഉള്ളവരല്ല. അപ്പൊ ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. അവരും കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആ ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, സ്നാനപ്പെട്ട് കർത്താവിന്റെ കൃപയിൽ ജീവിക്കുന്ന തെസ്സലോനിക്ക സഭയോട് പറയുകയാണ്, ദൈവത്തിന് സ്തോത്രം, ആ പ്രൈസ് ദി ലോർഡ് സഹോദരന്മാരെ, ആ നാൾ കള്ളൻ എന്ന പോലെ നിങ്ങളെ പിടിപ്പാൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, നിങ്ങൾ ഇരുട്ടിൽ ഉള്ളവരല്ല എന്ന് പറഞ്ഞാൽ, നേരത്തെ നമ്മൾ ഇരുട്ടിനെ കുറിച്ച് കാണുവാനിടയായി. രാത്രിയിൽ ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, കള്ളൻ വന്നാൽ നമ്മൾ സൂക്ഷിച്ച് ശ്രദ്ധയോട് ഇരിക്കുന്ന ഒരു രീതി. ആ കള്ളൻ വരുന്നത് എപ്പോഴും ഇരുട്ടില, രാത്രിയില. മനുഷ്യൻ പാപം ചെയ്യുന്നത്, അധർമ്മം ചെയ്യുന്നത്, മദ്യപിക്കുന്നത്, വെരിക്കൂത്തുകളിൽ നടക്കുന്നത്, ഇതൊക്കെ ഇരുട്ടിന്റെ പ്രവൃത്തിയാ. ദൈവത്തിന് സ്തോത്രം. അപ്പൊ ആ ഇരുട്ടിലാണ് അവര് ഈ വിധ എന്ന് വിചാരിച്ച് പകലും മദ്യപിക്കുന്നവര്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, അനർത്ഥമായി ജീവിക്കുന്നവരുണ്ട്. എങ്കിൽ തന്നെയും ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, ഇവിടെ പറയുന്നത്, എന്നാൽ സഹോദരന്മാരെ, ആ നാൾ എന്ന പോലെ, അപ്പോൾ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, എന്ന പോലെ നിങ്ങളെ പിടിപ്പാൻ നിങ്ങൾ ഇരുട്ടിലുള്ളവരല്ല. അപ്പൊ ആ നാൾ, കർത്താവിന്റെ വരവിന്റെ നാള് അനേകരെ പിടിച്ചിട്ട് അവരെ നാശത്തിലേക്ക്, അതാ കുണ്ടിലേക്ക് തള്ളിയിടുന്ന ഒരു അനുഭവത്തെ കുറിച്ച് ഇവിടെ പറയുകയാണ്. നിങ്ങളെ പിടിപ്പാൻ നിങ്ങൾ ഇരുട്ടിലുള്ളവരല്ല. അതുകൊണ്ട് ഇരുട്ടിന്റെ അവസ്ഥ, ദൈവത്തിന് സ്തോത്രം, നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിയിട്ട്, കർത്താവെ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നാം ശ്രദ്ധയോട് നോക്കേണ്ടതാണ്. കർത്താവ്, ഏതെങ്കിലും ഒരു ഇരുട്ടിന്റെ അവസ്ഥ എന്നെ ആത്മീയ ഉന്നതിയിൽ നിന്ന്, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ അകറ്റുന്നുവോ, എന്നെ ദൂരത്താക്കുന്നുവോ എന്ന് നാം വളരെ ശ്രദ്ധയോട് ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. എന്തെങ്കിലും ഇരുട്ടിന്റെ ഒരു അനുഭവം എന്റെ ജീവിതത്തിൽ ഉണ്ടോ കർത്താവെ എന്ന് ശ്രദ്ധിക്കണം. അതിനാ ഇവിടെ പറയുന്നത്, നാം ഇരുട്ടിൽ ഉള്ളവർ അല്ല എന്ന്. ഇരുട്ടിലുള്ളവരല്ല. അപ്പൊ ഇരുട്ടിന്റെ ഏതെങ്കിലും ഒരു അനുഭവം എന്റെ ജീവിതത്തിൽ ഉണ്ടാകരുത്. സഹോദരനോടോ സഹോദരിയോടോ ദൈവദാസനോടോ ദൈവദാസിയോടോ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അത് അല്ലെങ്കിൽ ആരെങ്കിലും നമ്മോട് എന്തെങ്കിലും ചെയ്തെങ്കിൽ, ദൈവത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന അനുഭവത്തെ കുറിച്ച് ഞാൻ പറയുക. ഇവിടെ അങ്ങനെ ഇല്ല, ദൈവത്തിന് സ്തോത്രം. എങ്കിലും അങ്ങനെയുള്ള ഒരു അനുഭവം എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ വരുന്നത്, ജോലി ചെയ്യുന്ന സ്ഥാനത്ത്, പ്രൈസ് ദി ലോർഡ്, സഹോദരി സഹോദരന്മാർ, കുടുംബ ജീവിതത്തിൽ ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ഇരുട്ടിന്റെ അവസ്ഥ, ദൈവമേ, എന്റെ ജീവിതത്തിൽ ഉണ്ടാകരുത്. നിങ്ങൾ എല്ലാവരും വെളിച്ചത്തിന്റെ മക്കളും പകലിന്റെ മക്കളും ആകുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ക്രിസ്തു നമ്മളിൽ വസിക്കുന്നത് കൊണ്ട്, ഹല്ലേലൂയ, നാം വെളിച്ചത്തിന്റെ മക്കളാ. പ്രകാശമാ, കർത്താവ് നമ്മുടെ പ്രകാശമാ. അപ്പോൾ നമ്മള് വെളിച്ചമാണ്. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. എല്ലാവരും വെളിച്ചത്തിന്റെ മക്കളും പകലിന്റെ മക്കളുമാകുന്നു. നാം രാത്രിക്കും ഇരുളിനും ഉള്ളവരല്ല. ദൈവത്തിന് സ്തോത്രം. അപ്പൊ ഇരുളിന്റെ യാതൊരു പ്രവൃത്തിയും, ഇരുളിന്റെ യാതൊരു വിചാരങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ പാടില്ല. അപ്പൊ രാത്രിക്കുള്ളതല്ല, ഇരുളിനുള്ളതല്ല, പ്രൈസ് നമ്മൾ
പകലിന്റെ മക്കളെന്ന ദൈവവചനം നമ്മളോട് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. അല്ലേ കർത്താവെ, ആ പകലിന്റെ പ്രവൃത്തി, ആ കൃപയുടെ പ്രവൃത്തി, ഹല്ലേലൂയ, ആ സ്വർഗീയ അനുഭവത്തിന്റെ പ്രവൃത്തി എന്നിൽ ദൈനംദിനം വർദ്ധിപ്പാൻ കർത്താവെ നീ ഇടയാക്കണമേ എന്ന് ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് ഏവർക്കും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. അങ്ങനെ നമ്മൾ ഉത്സാഹം പൂണ്ടവരായി ആ നാളിനു വേണ്ടി, ആ ക്രിസ്തുവിന്റെ ആ നാളിനു വേണ്ടി ഒരുക്കപ്പെട്ടവരായി ജീവിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് പറയുന്നു. അതിന്റെ 5:2 നമ്മൾ വായിക്കുമ്പോൾ, 5:2, കള്ളൻ രാത്രി വരും പോലെ കർത്താവിന്റെ നാൾ വരുന്നുവെന്ന് നിങ്ങൾ തന്നെ നന്നായി അറിയുന്നുവല്ലോ. ഇവിടെയും കർത്താവ് ഈ വചനത്തിൽ കൂടി നമ്മളോട് പറയുന്നത് കള്ളൻ രാത്രിയിൽ വരും പോലെ. അപ്പൊ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. കള്ളന് രാത്രിയിൽ വരിക. കള്ളൻ രാത്രിയിലാണ് വരുന്നത്. വരും പോലെ കർത്താവിന്റെ നാൾ വരുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. വരുന്നു എന്ന് നിങ്ങൾ തന്നെ നന്നായി അറിയുന്നുവല്ലോ. അപ്പൊ ഇവിടെ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ ഇവിടെയും കർത്താവിന്റെ നാളെന്നാണ് പ്രത്യേകാൽ പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ കർത്താവിന്റെ വരവ്, അല്ലെങ്കിൽ ഭക്തന്മാരെ കൂട്ടിക്കൊണ്ടു പോകുവാനായിട്ട് കർത്താവിന്റെ ആ വരവിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പൊ കള്ളൻ രാത്രിയിൽ വരുന്ന ആർക്കും അറിയത്തില്ല. കർത്താവ് എപ്പോഴാണ് തന്റെ ജനത്തെ കൂട്ടുവാൻ വരുന്നതെന്ന്. അതുകൊണ്ട് ഉത്സാഹപൂർണമുള്ളവരായി എപ്പോഴും കർത്താവിൽ സന്തോഷിക്കുന്നവരായിരിക്കാനാണ് ദൈവത്തിന്റെ ആത്മാവ് പൗലോസ് വഴി നമ്മളോട് പുതിയ നിയമ വിശ്വാസികളോട് പറയുന്നത്. കർത്താവിന്റെ നാൾ വരുന്നുവെന്ന് നിങ്ങൾ നന്നായി അറിയണം. അപ്പോൾ അത് വരുന്നുവെന്ന് നാം ഇത്ര നാളും ജീവിക്കുന്നത് വാസ്തവമായി ഹല്ലേലൂയ അതായത് ഇന്ത്യ ദേശത്ത് നമ്മൾ ഈ ഭൂമിയിലേക്ക് കടന്നു വന്നിരിക്കുക. ഇവിടെ വന്ന് ഈ UK കടന്നു വന്നിരിക്കുന്ന ധനവും സമ്പത്തും നമുക്ക് ആവശ്യമുള്ളതൊക്കെയും നമുക്ക് വാസ്തവമായി വേണം. എന്നാൽ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നു, കള്ളൻ രാത്രിയിൽ വരും പോലെ കർത്താവിന്റെ നാൾ വരുന്നു. പണം സമ്പാദിക്കണം, ധനം സമ്പാദിക്കണം, ഇരട്ടി ആയിരിക്കണം എന്നുള്ള ഒരു അനുഭവം. ഹല്ലേലൂയ. അങ്ങനെയുള്ള അനുഭവത്തിൽ അല്ല, പിന്നെ ക്രിസ്തുവിന്റെ സന്തോഷത്തിൽ നമ്മൾ വളരണമെന്നാണ്. അപ്പൊ അതിന്റെ 1-ാം വാക്യത്തിൽ തന്നെ പറയാൻ, സഹോദരന്മാരെ, കാലങ്ങളെയും സമയങ്ങളെയും കുറിച്ച് നിങ്ങളോട് എഴുതി അറിയിപ്പാൻ ആവശ്യമില്ല. അപ്പോ ഇത് തെസ്സലോനിക്ക വിശ്വാസികൾക്ക് ഇത് വ്യക്തമാ. ഹല്ലേലൂയ. അങ്ങനെ പെട്ടെന്നൊന്നും എഴുതി അറിയിപ്പാൻ ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരോട് പറയാണ്, കള്ളൻ രാത്രിയിൽ വരും. കർത്താവ് എപ്പോഴാ വരുന്നെന്നോ? പ്രിയ ജനമേ, നിങ്ങൾ ശ്രദ്ധയോട് കേട്ടുകൊള്ളണം, കണ്ടുകൊള്ളണം. കർത്താവിന്റെ നാൾ വരുന്നു എന്ന് നിങ്ങൾ നന്നായി അറിയണം. അത് വരുന്നുണ്ട്. അത് എപ്പോ വരുന്നെന്നല്ല. അതുകൊണ്ട് പൗലോസ് പറയാ, എപ്പോഴും ഒരുക്കമുള്ളവരായിരിക്കണം. കഷ്ടം വന്നാലും, രോഗം വന്നാലും, ഭാരം വന്നാലും, പ്രയാസം വന്നാലും, കർത്താവെ ഹല്ലേലൂയ, കടഭാരം വന്നാലും, ബുദ്ധിമുട്ടുകള്, രോഗങ്ങള്, പ്രയാസങ്ങള്, എഴുന്നേറ്റ് നടപ്പാൻ കഴിയാത്ത അവസ്ഥ, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരാം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇതൊക്കെ വരുമ്പോഴൊക്കെ ഞാൻ എൻ്റെ കർത്താവിലാ. കർത്താവെ, നിനക്കെന്നെ വിടുവിപ്പാൻ കഴിയും, നിനക്കെന്നെ രക്ഷിപ്പാൻ കഴിയും. ഹല്ലേലൂയ. ഇതൊക്കെയും എന്നെ ക്ഷീണിപ്പാനുള്ളതല്ല. ഞാൻ കർത്താവിന് ഒരുക്കമുള്ളവനായി മുന്നേറുമെന്നുള്ള ആ ആത്മസന്തോഷത്തോടെ മുന്നേറുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അതിന്റെ 3-ാമത്തെ വചനത്തിൽ അവർ സമാധാനമെന്നും നിർഭയമെന്നും പറയുമ്പോൾ ഗർഭിണിക്ക് പ്രസവവേദന വരുന്ന പോലെ അവർക്ക് പെട്ടെന്ന് നാശം വന്ന് ഭവിക്കും. അവർക്ക് തെറ്റി ഒഴിയാവുന്നതല്ല. ദൈവത്തിന് സ്തോത്രം. അവിടെ പറയുന്നത് അവർ സമാധാനമെന്നും, ഈ ലോകത്തിന്റെ വ്യക്തിഗത ജീവിതങ്ങള് പലരും പറയും സമാധാനം, സന്തോഷം എന്നൊക്കെ പറയും. അവർ നിർഭയമെന്നും പറയുമ്പോൾ കർത്താവിന്റെ വരവിനെ കുറിച്ച് പറയുകയാണ്. ഗർഭിണിക്ക് പ്രസവവേദന വരുമ്പോലെ അവർക്ക് പെട്ടെന്ന് നാശം വരുന്നു. ഹല്ലേലൂയ. വന്ന് ഭവിക്കും. അപ്പോൾ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ദൈവത്തിന് സ്തോത്രം. എങ്ങനെയാണ് കർത്താവിന്റെ വരവെന്ന് നമുക്ക് അറിയത്തില്ലെങ്കിലും ഒരുക്കമുള്ളവരായി ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുന്നു. അതുകൊണ്ട് നമ്മെ ശുദ്ധീകരണത്തോടുകൂടി, അതിസമാധാനത്തോടുകൂടി, സന്തോഷത്തോടുകൂടി ദൈവകൃപയില് നാം വർദ്ധിക്കണമെന്ന് ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് പറയുന്നു. അവർക്ക് നാശം വന്ന് ഭവിക്കും, അവർക്ക് തെറ്റിയൊഴിയാവതല്ല. യാതൊരു കാരണവശാലും അവർക്ക് അത് തെറ്റിയൊഴിയാവതല്ല. എന്നാൽ സഹോദരന്മാരെ, ആ നാൾ കള്ളൻ എന്ന പോലെ, നമ്മൾ നേരത്തെ അത് വായിച്ചതാണ്. എന്നാൽ സഹോദരന്മാരെ, ആ നാൾ കള്ളൻ എന്ന പോലെ നിങ്ങളെ പിടിപ്പാൻ നിങ്ങൾ ഇരുട്ടിലുള്ളവരല്ല.
അതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം. ഇരുട്ടിന്റെ എന്തെങ്കിലും എൻ്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, ഇരുട്ടിന്റെ കർത്താവെ ഏതൊരവസ്ഥ എൻ്റെ ജീവിതത്തിലുണ്ട്, എനിക്കും എൻ്റെ കുടുംബവും എൻ്റെ സഭയും എൻ്റെ ഭവനവും കർത്താവിൽ ആത്മസന്തോഷത്തിൽ വളരണമെന്ന ആ സ്വർഗീയ കർത്താവെ ആ വിചാരങ്ങളോടുകൂടി ഈ ദിവസങ്ങളിൽ നമുക്ക് മുന്നേറേണ്ടത് ആവശ്യമാണ്. പ്രൈസ് ഹല്ലേലൂയ. യുദ്ധങ്ങളും യുദ്ധശ്രുതികളും നാം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, നാം ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാ. കർത്താവെ ഇരുട്ടിന്റെ അവസ്ഥയിൽ നിന്ന് എന്നെ വേർതിരിക്കണം. അങ്ങനെയുള്ള അവസ്ഥ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരരുത്. കർത്താവെ എൻ്റെ ചിന്തകൾ അതിലേക്ക് മാറിപ്പോകരുത്. കർത്താവെ ആരെങ്കിലും എനിക്ക് ഒരു ദോഷം സംഭവിച്ചാൽ അവരോട് ക്ഷമിക്കണമേ പറയുമ്പോൾ, കർത്താവ് നീ അവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ സ്നേഹിപ്പാനുള്ള ഒരു സ്വർഗീയ കൃപ ഈ ദിവസങ്ങളിൽ എല്ലാ ദൈവങ്ങൾക്കും ഉണ്ടാകേണ്ടത് ആവശ്യമാണെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ആകയാൽ ഈ ദിവസങ്ങളിൽ നമുക്ക് ആ ക്രിസ്തുവിന്റെ സന്തോഷത്തിൽ മുന്നേറുവാൻ സ്വർഗത്തിൽ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. അതിന്റെ ദൈവത്തിന് സ്തോത്രം 5-ഉം 6-ഉം വാക്യങ്ങളിൽ നാം ഒന്നുകൂടെ വായിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, നിങ്ങളെല്ലാവരും വെളിച്ചത്തിന്റെ മക്കളും പകലിന്റെ മക്കളും ആകുന്നു. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ആ വാസ്തവമായും യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് അവന്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് ആരാധനയിൽ സംബന്ധിക്കുന്ന, ആരാധനയെ ഉപേക്ഷയായി വിചാരിക്കാത്ത, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആരാധന പ്രൈസ് സംബന്ധിക്കുവാൻ കഴിയാത്ത, ഇന്ന് പോകുന്നില്ല ആരാധനയ്ക്ക്, അല്ലെങ്കിൽ അടുത്ത ആഴ്ച പോകാം, അടുത്ത ആഴ്ച വരുമ്പോൾ അതിനടുത്ത ആഴ്ച പോകാം എന്ന് ചിന്തിക്കുന്ന അനുഭവത്തിലേക്ക് ഉള്ളവരായിട്ടല്ല നാം ആകേണ്ടത്. സമയത്തെ നാം എനിക്ക് ആരാധനയ്ക്ക് പോകണം, പ്രാർത്ഥനയ്ക്ക് പോകണം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതിനുവേണ്ടി സൗകര്യത്തെ ഒരുക്കുന്നവരായ ഒരു ദൈവജനമായി തീരേണ്ടത്. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങള് പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, നിങ്ങൾ എല്ലാവരും വെളിച്ചത്തിന്റെ മക്കളാണ്. അതിൽ ആരാധിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, കർത്താവ് നന്മകൾ ചെയ്യുന്ന, ദൈവത്തിന് സ്തോത്രം, കൃപയിൽ ആയിരിക്കുന്ന ദൈവത്തിന് സ്തോത്രം ദൈവമക്കൾ നാം ആകേണ്ടത് ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. ആകയാൽ നാം പിന്നീട് അടുത്ത വചനം, ആകയാൽ നാം ശേഷമുള്ളവരെ പോലെ ഉറങ്ങാതെ ഉണർന്നും സ്വബോധവുമായിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സുബോധവുമുള്ളവരായിരിക്കാം. അപ്പൊ ഉറങ്ങുന്നവരാകരുത്. അല്ലെങ്കിൽ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അല്പസമയം ഉറങ്ങിക്കളയാം, ഞാൻ ഇന്നലെ ജോലി ചെയ്തതാണ്, ഇന്ന് ഉറങ്ങിക്കളയാം, ഇന്ന് വിശ്രമിക്കാം, ഇന്ന് പോയില്ലേൽ എന്താ, ഇന്ന് ആരാധനയിൽ സംബന്ധിച്ചതിലേൽ എന്താ എന്ന് പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ചിന്തിക്കുന്നത് പോലെ ഉള്ള അനുഭവമാകാതിരിപ്പാൻ നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. കർത്താവെ, എന്നെ നീ ഉണർത്തണമേ, ആ നാളിന് വേണ്ടി, ആ നാൾ അടുത്തിരിക്കുന്നു, അതുകൊണ്ട് എന്നെ നീ ഉണർത്തണമേ എന്ന് ദൈവസന്നിധാനത്തിൽ പ്രാർത്ഥിക്കാം. ഫിലിപ്പിയ ലേഖനത്തിലും നമുക്ക് ഇതിനെക്കുറിച്ച് കാണുവാൻ കഴിയും. ഫിലിപ്പിയ ലേഖനം 1-ന്റെ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ 10 പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ നമുക്ക് നോക്കാം. നിങ്ങൾ ഭേദാഭേദങ്ങളെ വിവേചിക്കുമാറാകണം എന്നും ക്രിസ്തുവിന്റെ നാളിലേക്ക് നിർമ്മലന്മാരും ഇടർച്ചയില്ലാത്തവരും ദൈവത്തിന്റെ മഹത്വത്തിനും പുകഴ്ചയ്ക്കുമായി യേശു ക്രിസ്തുവിനാൽ നീതിബലം നിറഞ്ഞവരുമായി തീരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പൗലോസ് പ്രാർത്ഥിക്കുക, ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. അത് പ്രൈസ് ദി ലോർഡ്, ഫിലിപ്പിയ വിശ്വാസികൾക്ക് വേണ്ടിയാ അവർ പ്രാർത്ഥിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. നിങ്ങൾ ഭേദാഭേദങ്ങളെ വിവേചിപ്പാറാകണം. ഭേദാഭേദങ്ങൾ കണ്ടത്, ചേഞ്ചുകൾ വരുമ്പോൾ അതിനെയൊക്കെയും അറിഞ്ഞ്, പ്രൈസ്, ഓരോ സംഭവങ്ങൾ കേൾക്കുമ്പോൾ, ഓരോ വിവരങ്ങൾ നാം അറിയുമ്പോൾ അതിനെ വിവേചിക്കുന്ന ഒരു വിവേചനത്തിന്റെ ആത്മാവ് നമ്മളിൽ ഉണ്ടാകണമെന്ന് പൗലോസ് ആഗ്രഹിക്കുക. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ അങ്ങനെ വിവേചിക്കുന്നവരും നിർമ്മലന്മാരും, ദൈവത്തിന് സ്തോത്രം, വിവേചിക്കുന്നവരും, എന്നാൽ ക്രിസ്തുവിന്റെ നാളിലേക്ക് നിർമ്മലന്മാരും. അവിടെയും പറയാം ക്രിസ്തുവിന്റെ നാള്. ആ ക്രിസ്തുവിന്റെ നാളിലേക്ക് നമ്മൾ ഈ ജീവിക്കുന്നത് തന്നെ, ദൈവത്തിന് സ്തോത്രം, കുറെ നാൾ ജീവിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച് അവരെ ഒരു സ്ഥാനത്താക്കി മതി ഈ ജീവിതം എന്നുള്ളതല്ല നമ്മൾ ജീവിക്കുന്നതും നമ്മുടെ കുഞ്ഞുങ്ങൾ ജീവിക്കുന്നതും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ക്രിസ്തുവിങ്കിലേക്കാ. പ്രൈസ് ദി ലോർഡ്. നമ്മളെ ക്രിസ്തുവിങ്കിലേക്ക്, നമ്മുടെ കുഞ്ഞുങ്ങളെ ക്രിസ്തുവിങ്കിലേക്ക് അടുപ്പിക്കേണ്ടത് നമ്മുടെ ചുമതലയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇവിടുത്തെ രീതികൾ കേൾക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, നമ്മുടെ കേരളത്തെ പോലെ അല്ല. ഇവിടേക്ക് 10, 12, 14 വയസ്സിൽ സ്വയമായി ജോലി ചെയ്യാം, അതുകൊണ്ട് ജീവിക്കാം എന്നൊക്കെയും ഞാൻ ഇവിടെ വന്നപ്പോഴൊക്കെയും കേൾക്കാറുണ്ട്. എന്നാൽ ദൈവത്തിന് സ്തോത്രം, നല്ലത് തന്നെ.
പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഏറ്റവും സന്തോഷകരം തന്നെ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ഇവിടുത്തെ 2 കുഞ്ഞുങ്ങൾക്ക് ഞാൻ ഇന്നലെ കണ്ടായി കാണുവാനിടയായി. ദൈവത്തിന് 2 പേർക്കും പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ ഒരു ATM കാർഡിന്റെ അത് കൊടുക്കുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, എന്തിനാ മക്കളെ ഈ കൊച്ചിലെ കുഞ്ഞുങ്ങൾക്ക് ATM-ന്റെ കാർഡ്? പാപ്പ, അത് അവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ചുകൊണ്ട് അവരുടെ ഫണ്ടിലേക്ക് എന്തെങ്കിലും കൊടുക്കാൻ അവർ ജോലി ചെയ്യണം, വീട്ടിലെ ജോലി ചെയ്യണോ? ദൈവത്തിന് സ്തോത്രം. വാസ്തവമായി എനിക്ക് വളരെ സന്തോഷം തോന്നി. ദൈവത്തിന് സ്തോത്രം. ആ കുഞ്ഞുങ്ങളെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുക, അതിൽ അവരെ പ്രൈസ് ഉത്സാഹിപ്പിക്കുക. വാസ്തവമായി അത് നല്ലതാണെന്ന് എനിക്ക് തോന്നുവാനിടയായി. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. എൻ്റെ സമയമില്ലല്ലോ, എങ്കിലും ഞാൻ പറയുകയാണ്. ഞാനാണെങ്കിൽ ഞങ്ങളുടെ വീട്ടില് പ്രൈസ് ഹല്ലേലൂയ, നാട്ടില് കേരളത്തില് അപ്പൻ പറയും, ഒരു വലിയ കുഴി വെട്ടിയിട്ട് അതിന് വാഴ നടും. വാഴ നട്ടിട്ട് പറയും, ഈ പപ്പ ഇതിന്റെ കൊല ഉണ്ടാകുമ്പോൾ എനിക്ക് നല്ല ഉടുപ്പാൻറ്റും നല്ല ദിക്കറും ഉടുപ്പിനുമാണുള്ളതെന്ന്. അതിന് വലിയ വളമൊക്കെ ദൂരത്തുനിന്ന് കൊണ്ടുവന്നാനായിട്ട് ചാണകവും വള്ളിയും ഒക്കെ കൊണ്ടിട്ട് അത് കായ്ച്ച് അതിന്റെ കൊല വരുന്നത് കണ്ട് സന്തോഷിക്കുകയും അത് വെട്ടിക്കൊണ്ടുപോയി ഉടുപ്പ് മേടിക്കുന്ന ഒരു അനുഭവം എനിക്കറിയാം. അതപ്പോൾ എനിക്ക് ഓർമ്മ വന്നു. ഞാൻ ദൈവത്തിന് സ്തോത്രം, അങ്ങനെ പ്രൈസിൽ ജോലി ചെയ്ത് ഉണ്ടാകുന്ന ഒരു അനുഭവം പോലെ. ദൈവത്തിന് സ്തോത്രം. ഞാനത് ഇടയ്ക്ക് പറഞ്ഞതേ ഉള്ളൂ, നമ്മുടെ സമയം തീർന്നു പോകുന്നല്ലോ. ദൈവത്തിന് സ്തോത്രം. ക്രിസ്തുവിന്റെ നാളിലേക്ക് നിർമ്മലരും ഇടർച്ചയില്ലാത്തവരും ദൈവത്തിന്റെ മഹത്വത്തിനും പുകഴ്ചയ്ക്കുമായിട്ട് യേശു ക്രിസ്തുവിനാൽ നീതി ഫലം നിറഞ്ഞവരുമായി തീരണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ക്രിസ്തുവിന് വേണ്ടി നിറവുള്ളവരായി, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ക്രിസ്തുവിനാൽ നീതിയുടെ ഫലം നിറഞ്ഞവരായി. എന്താ നീതിയുടെ ഫലം? മറ്റുള്ളവർക്ക് ഒരു നന്മ ചെയ്യുവാൻ, മക്കൾക്ക് വേണ്ടി മാത്രമല്ല. ക്ഷീണിതര്, കഷ്ടമനുഭവിക്കുന്നവര്, ഭാരമനുഭവിക്കുന്നവര്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, അങ്ങനെ ഒരു നന്മകൾ ചെയ്തുകൊണ്ട് മുന്നേറുവാൻ നമ്മളെ ഒക്കെ കർത്താവ് സഹായിക്കട്ടെ എന്ന് ഞാൻ ദൈവസന്നിധാനത്തിലെ ദൈവത്തിന് സ്തോത്രം പ്രാർത്ഥിക്കുകയാകുന്നു. അതുപോലെ തന്നെ പൗലോസും പറയുക, തീരണമെന്ന് ഞാൻ പൗലോസ് പ്രാർത്ഥിക്കുന്നു എന്ന്. സ്വർഗ്ഗത്തിലെ ദൈവം നമ്മെ സഹായിക്കട്ടെ. അങ്ങനെ ഒരു വലിയൊരു പ്രാർത്ഥനയുടെ അനുഭവത്തോടു കൂടിയാണ് ഇത് അയക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം. ഇത് നാം പുതിയ നിയമത്തിൽ വായിച്ച ഇനിയും ഉണ്ട് എങ്കിലും ഞാൻ കണ്ടുപിടിച്ച ദൈവത്തിന്റെ വചനങ്ങളാണിത്. പ്രിയജനമേ, ദൈവത്തിന് സ്തോത്രം. അങ്ങനെയെങ്കിൽ ദൈവത്തിന് ഇത് പഴയ നിയമത്തിലും ഉണ്ട്, പഴയ നിയമത്തിലും ഉണ്ട്. യെശയ്യാ 2:12 നമുക്ക് വായിക്കുമ്പോൾ കേൾക്കുവാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. സൈന്യങ്ങളുടെ യഹോവയുടെ നാൾ, ദൈവത്തിന് സ്തോത്രം. യെശയ്യാ 2:12. സൈന്യങ്ങളുടെ യഹോവയുടെ നാൾ ഗർഭവും ഉന്നത ഭാവവും ഉള്ള എല്ലാറ്റിന്മേലും നിഗളമുള്ള എല്ലാറ്റിന്മേലും വരും. ദൈവത്തിന് വചനം ഇങ്ങനെയാ പറയുന്നത്. ദൈവത്തിന് സൈന്യങ്ങളുടെ യഹോവയുടെ നാൾ. അപ്പോൾ ദൈവത്തിന് സ്തോത്രം, അവിടെ യഹോവയുടെ നാളെന്നാ പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അപ്പൊ സൈന്യങ്ങളുടെ യഹോവയുടെ നാൾ ഗർഭവും ഉന്നത ഭാവവും ഉള്ള എല്ലാറ്റിന്മേൽ, നിഗളമുള്ള എല്ലാറ്റിന്മേലും വരുമെന്ന്. അപ്പോൾ ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ കർത്താവെ, നിഗളത്തിന്റെ, ഞാൻ എന്നുള്ള പാപത്തിന്റെ ഒരു അനുഭവം പ്രൈസ് ദി എന്റെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാകരുത്. നിഗളത്തിന്റെ ഒരു പാപം, ഞാൻ എന്നുള്ള പാപം, പ്രൈസ് ദി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഞാന് അങ്ങനെ ഒരു അനുഭവം പ്രൈസ് ദി ഹല്ലേലൂയ ഉണ്ടാകുവാൻ ഇടയാകരുത്. അങ്ങനെ ഉള്ളവര് ക്രിസ്തുവിന്റെ നാളിൽ നിൽപ്പാൻ കഴിയുകയില്ല, ദിവസങ്ങളിൽ നിൽപ്പാൻ കഴിയുകയില്ലെന്ന്. അപ്പോൾ ഞാൻ നിഗളത്തിന്റെ ഒരു അനുഭവം എന്റെ ജീവിതത്തിൽ ഉണ്ടാകരുത്. പെട്ടെന്ന് വായിക്കാം. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. 13:9, യെശയ്യാ 13:9 നമുക്ക് വായിക്കാം. ദൈവത്തിന് സ്തോത്രം. ദേശത്തെ ശൂന്യമാക്കുവാനും പാപികളെ അതിൽ നിന്ന് മുടിച്ചു കളയുവാനും യഹോവയുടെ ദിവസം ക്രൂരമായി ക്രോധത്തോടും അതികോപത്തോടും കൂടെ വരുന്നു. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. നമ്മൾ ശരിക്കും ഭക്തന്മാരെ ചേർക്കുവാൻ വരുമ്പോൾ ഭക്തന്മാരെയൊക്കെ കർത്താവ് അങ്ങ് ചേർക്കും. എന്നാൽ ആ അനുഭവമില്ലാത്ത, അല്ലെങ്കിൽ വിശുദ്ധനെന്ന് നടിച്ച് നടക്കുന്ന ജീവിതങ്ങള്, അവർക്ക് വരാൻ പോകുന്ന അനുഭവത്തെ കുറിച്ചാണ് പറയുന്നത്. അല്ലെങ്കിൽ ദൈവത്തെ അറിഞ്ഞിട്ടും അറിയാതെ ജീവിക്കുന്ന കഥ. ദൈവവചനം പറയുന്നത് എല്ലാ ദേശത്തും കർത്താവിന്റെ വചനം പ്രഘോഷിക്കും, അപ്പോൾ കർത്താവിന്റെ നാള് വരുമെന്നുള്ളതാ. അപ്പൊ ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ഇവിടെ കിടക്കുന്ന ദേശത്തെ ശൂന്യമാക്കുവാനും പാപികളെ അതിൽ നിന്ന് മുടിച്ചു കളയുവാനും യഹോവയുടെ ദിവസം
ക്രൂരമായിട്ട്. അപ്പൊ പാപികള്, അധർമ്മികള്, അശുദ്ധര്, ദൈവജനത്തെ ദ്രോഹിക്കുന്നവര്, പ്രാർത്ഥിക്കുന്നവരെ ഉപദ്രവിക്കുന്നവർ, ആരാധനാലയം കത്തിച്ചു കളയുന്നവര്, ദൈവത്തിന് സ്തോത്രം, ഇതിനു വേണ്ടിയൊക്കെ ചെയ്യുന്ന ചില ക്രൂര മനുഷ്യരെ ക്രോധത്തോടും അതികോപത്തോടും കൂടെ വന്നിട്ട് അവരെ നാശകുഴിയിലേക്ക് തള്ളിക്കളയുമെന്ന് നമുക്ക് വായിപ്പാൻ കഴിയും. ദൈവസന്നിധിയിലായിരിക്കുന്ന ദൈവത്തിന്റെ ജനമേ, നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. നമ്മൾ ആ വായിച്ചതുപോലെ ദൈവസനത്തിൽ ചിലർ ചെയ്യുന്നത് പോലെ പ്രൈസലോ ഹല്ലേലൂയ, നമ്മുടെ സഭായങ്ങളെ വേഴ്ചയാക്കാതെ പ്രൈസലോ ഹല്ലേലൂയ ദൈവസനത്തിൽ നമ്മെ സമർപ്പിക്കാം. കർത്താവേ, എനിക്ക് സമയമുണ്ടായിട്ടും ഞാൻ പോയിട്ടില്ല സഭായോഗത്തിന് എന്ന് നമ്മുടെ ജീവിതത്തിൽ നാം അറിയുന്നുവെങ്കിൽ ഇന്ന് നമുക്ക് അതിനുവേണ്ടി ദൈവത്തിന് സന്നിധി സമർപ്പിക്കാൻ. കർത്താവേ, ഇനി ഒരാരാധനയും വിട്ടുകളയുവാൻ ഞാൻ സമ്മതിക്കില്ല. എൻ്റെ ഭവനത്തിൽ ആരാധന, എൻ്റെ ജീവിതത്തിൽ എപ്പോഴും പ്രാർത്ഥനയും ആരാധനയും പ്രൈസ് ഹല്ലേലൂയ. ഈ കൂടിവരവ് കർത്താവെ, വ്യാഴാഴ്ച ദിവസത്തെ കൂടിവരവില് ഞാൻ എൻ്റെ സമയത്തെ വ്യർത്ഥമാക്കി കളയുകയില്ല, അതിനുവേണ്ടി ഞാൻ അത് ഉപയോഗിക്കും എന്ന് സമ്മതിക്കുകയും സമർപ്പിക്കുകയും ചെയ്തുകൊണ്ട് ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ നാൾ വരുന്ന ആ ദിവസത്തിന് വേണ്ടി നമുക്ക് അതിശ്രദ്ധയോട് കാത്തിരിക്കാം. പ്രൈസ് ഹല്ലേലൂയ. അത് എപ്പോഴാ വരുന്നതെന്ന് നമുക്കറിയത്തില്ല. കള്ളൻ രാത്രിയിൽ വരുന്നത് പോലെ വരുന്നുവെന്ന്. ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ. അങ്ങനെ ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ. സഭായോഗങ്ങളെ ഉപേക്ഷയായി വിചാരിക്കാതെ തമ്മിൽ പ്രബോധിപ്പിക്കാം. പ്രൈസ് ഹല്ലേലൂയ. നല്ല വാക്കുകളെ കൊണ്ട് പ്രബോധിപ്പിക്കാം. പ്രൈസ് ഹല്ലേലൂയ. കുറ്റം പറയുന്നവരെ അതിൽ നിന്ന് നമ്മൾ ഒഴിവാക്കി കളയുക. ആരുടെയെങ്കിലും കുറ്റം നമ്മുടെ അടുത്ത് പറയാൻ വരുമ്പോൾ അവരെ അതിൽ നിന്ന് ഒഴിവാക്കുക. നമുക്ക് ഒഴിവാക്കി ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ. അത് കേൾക്കാൻ സമ്മതം കാട്ടാതെ കണ്ട്, എന്ന് പറഞ്ഞു കൊടുക്കാതെ കണ്ട്, നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് ഒഴിഞ്ഞുകൊണ്ട് ദൈവത്തിന് സ്തോത്രം ഈ ദിവസങ്ങളിൽ ജീവിക്കുവാൻ സ്വർഗത്തിലും നമ്മെ ഇടയാക്കട്ടെ. പ്രൈസ് ഹല്ലേലൂയ. തമ്മിൽ നമുക്ക് പ്രബോധിപ്പിച്ചുകൊണ്ട് സ്നേഹത്തിനും നാൾ പ്രവർത്തിക്കും ഉത്സാഹം വർദ്ധിപ്പാൻ അന്യോന്യം സൂക്ഷിക്കാം. സ്നേഹത്തിൽ കർത്താവെ ഓരോ നാളിലും ഉത്സാഹം വർദ്ധിപ്പിച്ചുകൊണ്ട്, മറ്റുള്ളവരെ ഉത്സാഹിപ്പിച്ചുകൊണ്ട്, നമുക്കും ഇങ്ങനെ മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞുകൊണ്ട്, ഒരു വ്യക്തിയെ ഉത്സാഹിപ്പിച്ചുകൊണ്ട്, നമ്മുടെ കുടുംബത്തെ ഉത്സാഹിപ്പിച്ചുകൊണ്ട്, നമ്മുടെ കുഞ്ഞുങ്ങളെ ഉത്സാഹിപ്പിച്ചുകൊണ്ട് ഈ സ്വർഗീയ സന്തോഷത്തിൽ മുന്നേറാം. ആ സ്വർഗീയ നാൾ വരുന്നു. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ആ കർത്താവിന്റെ നാൾ വരുന്നു. ആ കർത്താവിന്റെ നാളിൽ കർത്താവെ, എന്നെ അങ്ങയുടെ മകളാക്കി കർത്താവിന് ചേർക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രൈസ് നമ്മോടൊപ്പം ചേരാനായിട്ട് ചിലരെ കൂട്ടിക്കൊണ്ട് എന്നൊപ്പം ചേരാനായിട്ട്, ഞാൻ ചെയ്ത പ്രവൃത്തിക്ക് അനുസരിച്ച് എന്നോടൊപ്പം നിൽപ്പാൻ കുറെ ആൾക്കാരെ കർത്താവിന് കൂട്ടണമേ എന്നുള്ള ആ ഉത്സാഹത്തോടുകൂടി മുന്നേറുവാൻ സ്വർഗത്തിലെ നമ്മുടെ ജീവിതത്തിൽ ഇടയാകട്ടെ എന്ന് ദൈവസന്നിധാനത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. കർത്താവിന് സ്തോത്രം ഹല്ലേലൂയ. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ഇത്രയും സമയം തന്ന പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ കർത്താവിന്റെ ദാസനും ദൈവമക്കൾക്കും എല്ലാം കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കട്ടെ. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ.